ഹലോ മൈ ഡിയർ NIOS ഇംഗ്ലീഷ് വിദ്യാർത്ഥികളെ, നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ അതായത് 8ാമത്തെ ലെസൻ്റെ 3ാമത്തെ സെക്ഷനിലേക്ക് ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. പറയാനുള്ളത്, ഇതിന് മുമ്പേ പാർട്ട് അല്ലെങ്കിൽ സെക്ഷൻ 1ഉം 2ഉം കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് നമുക്ക് വീഡിയോ PVN ഗ്ലോബൽ കയറി കേട്ടതിന് ശേഷം നിങ്ങൾ സെക്ഷൻ 3 കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഥയുടെ കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. ഐ ടോൾഡ് യു ദിസ് ലെസൺ വാസ് എ സ്റ്റോറി. ഇതൊരു കഥയാണ്, നറേറ്റഡ് ബൈ ഡോക്ടർ ബെൻസൺ. അപ്പോൾ നമുക്ക് ആ കഥയുടെ 3ാമത്തെ പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഏറ്റവും അതിപ്രധാനപ്പെട്ടമായ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഇപ്പോൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന ഈ ബാച്ചിലെ കുട്ടികളൊക്കെ നിങ്ങൾ TMA അഥവാ അസൈൻമെൻറ്റ് 31 ജൂലൈൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ രജിസ്റ്റർ ചെയ്ത 6 വിഷയങ്ങൾക്കും നിങ്ങൾ ഓരോ TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെൻറ്റ് എഴുതി തയ്യാറാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് സ്വന്തമായി എഴുതാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ PVN ഗ്ലോബലുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് അസൈൻമെൻറ്റ് ലഭിക്കുന്നതാണ്, ചെറിയൊരു സർവീസ് ചാർജോടുകൂടി. അപ്പോൾ അത് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരും അതിൻ്റെ PDF. അത് നിങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കി വെച്ചോളുക, 12 മണിക്കൂർ പരക്കം പായാതിരിക്കാൻ. മാത്രമല്ല, ഇങ്ങനെ ആ കറക്റ്റ് ഡേറ്റിനുള്ളിൽ TMA അല്ലെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വലിയ എമൗണ്ട് ആണ് NIOS ഫൈൻ എന്ന രീതിയിൽ ഈടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ വിഷയത്തിൻ്റെയും പ്രധാനപ്പെട്ട എല്ലാ വിഷയത്തിൻ്റെയും TMA PVN ഗ്ലോബൽ ആവശ്യമുള്ളവർക്ക് അയച്ചു തരുന്നതാണ്. അതുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ പാർട്ടിലേക്ക് 3rd സെക്ഷനിലേക്ക് പോവുകയാണ്. ഈ കഥയുടെ 3rd സെക്ഷൻ നമുക്കറിയാം. ഒരു ഡോക്ടർ നെയ്മഡ്, നിങ്ങൾക്കറിയാം, ആ ഡോക്ടറിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഡോക്ടർ ബെൻസൺ ആണ്. അദ്ദേഹം ഒരു വില്ലേജ് ഡോക്ടറാണ്. കുറേ കാലഘട്ടമായിട്ട് മിസ്സസ് ഓട്ട്സോർലി എന്ന് പറഞ്ഞ കുടുംബത്തിൻ്റെ കുടുംബ ഡോക്ടറാണ്. അവിടെ ഓട്ട്സോർലി എന്ന് പറഞ്ഞ സ്ത്രീ പ്രസവിക്കാനായി നിൽക്കുന്നു. രാത്രി 2 മണിക്ക് തനിക്ക് കാള് കിട്ടുന്നു. കാറ് അദ്ദേഹം സ്റ്റാർട്ടാക്കി യാത്ര ചെയ്യുന്നു. വഴിമധ്യേ വെച്ച് അദ്ദേഹം ഒരു അപരിചിതനെ കാണുന്നു. ഇവാൻസ് എന്ന പേരുള്ള ആ റൈഡറെ കൂടി കാറിൽ കയറ്റുന്നു. കുറേ അങ്ങ് പോയി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളൊക്കെ അവൻ കാണാനിടയാവുന്നു. തികച്ചും ഭീകര രൂപത്തിലുള്ള ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ അണിഞ്ഞെട്ടിത്തിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, താൻ പോകുന്നത് തൻ്റെ പ്രധാന കഥയിലെ അഥവാ മെയിൻ സ്റ്റോറിയിലേക്ക് അദ്ദേഹം ഓർമ്മ വരികയാണ്. അതിനുവേണ്ടി വാട്ട് ഈസ് ടൈം നൗ, സമയം എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടി അവൻ വാച്ച് എടുക്കാൻ നോക്കുമ്പോൾ തൻ്റെ വാച്ച് പെട്ടെന്ന് തൻ്റെ പോക്കറ്റിൽ കാണാതെയാവുന്ന രംഗത്തോടെ ലാസ്റ്റ് നിർത്തിയാണ് നമ്മൾ സെക്ഷൻ 3. ബാക്കി കണ്ടിന്യൂഷനാണ് ഇവിടുന്ന് തുടരുന്നത്. നോക്കൂ. ഡിഡ് ഡോക്ടർ ലൈക്ക് ഇവാൻസ്? ഈ ഡോക്ടർ ഇവാനെ ഇഷ്ടപ്പെട്ടുവോ? ഇവാൻ ആരാ നിങ്ങൾക്കറിയാം, ആ റൈഡറാണ്. അദ്ദേഹത്തിൻ്റെ കാറ്റ് ലൈക്ക് ഫേസ് കണ്ടാൽ, പൂച്ചയെ പോലെയുള്ള മുഖം കണ്ടാൽ അവന് ഇഷ്ടമാണോ എന്നുള്ളത്. ബ്രൈറ്റ്, മാത്രമല്ല ഫ്രഷ് സ്കാർ വുണ്ട് ഓൺ ചീക്ക്, അവൻ്റെ കവിളിൽ ഒരു മുറിപ്പാട്. ഇതൊക്കെ പടം കണ്ടാൽ ഒരു വില്ലനിറ്റിയിൽ കാണുന്ന ഈ ഇവാൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഡോക്ടർക്ക് ഇഷ്ടമായോ ഇല്ലയോ? ഇതൊക്കെ ഒരു ഇൻട്രോ ചോദ്യമാണ്. വുഡ് യു ഹാവ് തോട്ട് വെൽ ഓഫ് ഇവാൻ? നിങ്ങളും ഈ ഇവാനെ കുറിച്ച് നല്ല രീതിയിലാണോ ചിന്തിച്ചത്? ഇതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഈ കഥയുടെ 3rd പാർട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പാർട്ട് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഈ പാഠഭാഗം നിങ്ങൾ വ്യക്തമായി മനസ്സിലായെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളൊരു കമൻ്റൊക്കെ ഇട്ടേക്കുക, ഒരു ലൈക്ക് ബട്ടണൊക്കെ അടിക്കുക. മാത്രമല്ല, പരമാവധി എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ 3rd പാർട്ടിലേക്ക്. ടേക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുക്കുക. ഞാൻ പറയുന്ന ഭാഗം സസൂക്ഷ്മം ശ്രദ്ധിച്ച് കേൾക്കുക. നോക്കൂ. ഡോക്ടർ ബെൻസൺ മൂവ്ഡ് ഹിസ് ഹാൻഡ് വെരി സ്ലോലി. ഡോക്ടർ ബെൻസൺ വളരെ സാവധാനം അവൻ്റെ കൈകൾ ചലിപ്പിച്ചു. വെരി കെയർഫുള്ളി എന്ന് വളരെ ശ്രദ്ധമാണ്. ബിലോ, താഴെ, ദ സീറ്റിൻ്റെ അടിയിലേക്ക്. അണ്ടിൽ, ഏതുവരെ? ഹി ഫെൽറ്റ്, അവൻ തപ്പി നോക്കുന്നവരെ. എ ലെതർ ഹോൾസ്റ്റർ, ഒരു തോലുകൊണ്ടുള്ള ഉറയുള്ള ഒരു തോലുറയോടുകൂടിയ ഒരു സഞ്ചി പോലെ അല്ലെങ്കിൽ ഒരു ബാഗ്. ഇൻ വിച്ച്, അതിൽ. ഹി ആൾവേസ്, അവൻ എപ്പോഴും ക്യാരീഡ്, ചുമന്നു കൊണ്ടുപോകാറുണ്ട്, വിത്ത് ഹിം, അവൻ്റെ കൂടെ. എന്ത്? ഹിസ് ഓട്ടോമാറ്റിക് പിസ്റ്റൺ, ഞെക്കിയാൽ തുരുതര
വെടിയുണ്ടകൾ പായുന്ന ഓട്ടോമാറ്റിക് പിസ്റ്റൽ എന്ന് പറഞ്ഞ തോക്ക് മിക്കവാറും ബ്രിട്ടീഷുകാരുടെ കയ്യിലൊക്കെ സ്വരക്ഷയ്ക്കായിട്ട് അവരുടെ പക്കൽ തോക്കുണ്ടായിരിക്കും. ഇവനും ഏകനായിട്ട് ഒറ്റയ്ക്കാണ് ഇംഗ്ലണ്ടിലൂടെ അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ യാത്രയുടെ ആരംഭത്തിൽ തൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ഒരു ഹോൾസ്റ്ററിനകത്ത് ഒരു തോൽ ഉറയ്ക്കകത്ത് അല്ലെങ്കിൽ അതിൻ്റെ കവറിനകത്ത് ഒരു ഓട്ടോമാറ്റിക് പിസ്റ്റൽ വെച്ചിരുന്നു. ആ പിസ്റ്റൽ അവൻ തപ്പിയെടുത്തു. കാരണം ഇവരെന്തോ ഒരു പന്തികേട് തോന്നി, ഈ ഇവാൻ അവൻ എന്തോ ഒരു വില്ലനാണെന്ന് മനസ്സിലായതുകൊണ്ട്. അതാണ് ബ്രിട്ടീഷുകാരുടെ ബുദ്ധി. പെട്ടെന്ന് അവൻ തൻ്റെ സീറ്റിനടിയിലുള്ള തോക്ക് കയ്യിലെടുത്തു. ഹി ഡ്രൂ ഔട്ട് ഓഫ് ദ പിസ്റ്റൽ സ്ലോവലി. അതിൽ നിന്ന് തോക്ക് വലിച്ചൂരി. ഡ്രൂ ഔട്ടാണ് വലിച്ചൂരി. പിസ്റ്റൽ സ്ലോവലി സാവധാനം. ഹെൽഡ് ഇങ്ങനെ പിടിച്ചു. അത് ഇറ്റ് ഇൻ ദ ഡാർക്ക്നെസ്, ഇരുട്ടത്ത് അറ്റ് ഈ സൈഡ്, അവൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ടോ ഡോക്ടർ ബെൻസൺ സ്റ്റോപ്പ് ദ കാർ. ഡോക്ടർ ബെൻസൺ കാർ ഉടനെ നിർത്തി ക്വിക്ലി ആൻഡ് പുഷ്ഡ്, തള്ളി ഉന്തി ദ നോസ് ഓഫ് ദ ഗൺ ടു ഇവാൻ. ഇവാന്റെ നേരെ തോക്കിന്റെ ആ മൂക്ക് അല്ലെങ്കിൽ നോസ് ഇങ്ങനെ ചൂണ്ടിപ്പിടിച്ചു. ഇംഗ്ലീഷുകാർ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവരെത്രയും പെട്ടെന്ന് ചെയ്യും. അതാണ് അവനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ദ റൈഡർ ജംപ്ഡ് വിത്ത് ഫിയർ. ഇത് കണ്ട് ഇവാൻ പേടി കൊണ്ട് ചാടി എണീറ്റു, ആ യാത്രക്കാരൻ. ആൻഡ് പുട്ട് ഔട്ട് ഹിസ് ഹാൻഡ് ക്വിക്ലി. അവൻ്റെ കൈ പെട്ടെന്ന് തടഞ്ഞിങ്ങനെ നിർത്തി. അവൻ പറയുകയാണ്, മൈ ഗോഡ്, എൻ്റെ ദൈവമേ, മിസ്റ്റർ, നിങ്ങൾ എന്തായി കാട്ടുന്നത്? ഹി വിഷ്പേഡ്. അവൻ മന്ത്രിച്ചു. ആയിത്തോട്ട് ഞാൻ ചിന്തിച്ചു, യു നിങ്ങൾ എന്താണെന്ന് പറയാൻ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. പറയുകയാണ്, ഡോക്ടർ ബെൻസൺ പുഷ് ദ പിസ്റ്റൽ സ്റ്റിൽ ഡീപ്പർ ഇൻ ദ മാൻസ് സൈഡ്. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് തോക്ക് ഒന്നും കൂടി അവൻ്റെ അടുത്തേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് റിപ്പീറ്റഡ് ആവർത്തിച്ചു. കോൾഡ്ലി, തണുത്ത ഭാവത്തിൽ, ഒരു നാടകീയ ഭാഗത്ത് പറഞ്ഞു. എന്താ പറയുന്നത്? പുട്ട് ദാറ്റ് വാച്ച് ഇൻ മൈ പോക്കറ്റ് ബിഫോർ ഐ ലെറ്റ് ദിസ് ഗൺ ഗോ ഓഫ്. എന്ന് പറഞ്ഞു, പുട്ട് ദാറ്റ് വാച്ച് ബാക്ക് ഇൻ ടു മൈ പോക്കറ്റ്. എനിക്കറിയാം നീ സിഗരറ്റ് പാക്കറ്റ് വെക്കാനെന്ന വ്യാജേനെ. അപ്പൊ നേരത്തെ സിഗരറ്റ് പാക്കറ്റ് തിരിച്ചു വെച്ച സമയത്ത് ഡോക്ടർ അറിയാതെ ഇവാൻ ഡോക്ടറുടെ വാച്ച് അടിച്ചു മാറ്റിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് തൻ്റെ പോക്കറ്റിൽ വാച്ച് കാണാത്തത്. ഉടനെ ഡോക്ടർ പറഞ്ഞു, നീ എടുത്ത വാച്ച് തിരിച്ച് എൻ്റെ പോക്കറ്റിൽ വയ്ക്കുന്ന നല്ലത്. ബിഫോർ മുമ്പേ ഞാൻ അനുവദിക്കുക ദിസ് ഗൺ, ഈ തോക്ക് ഗോ ഓഫ്. ഗോഫറിനെ പൊട്ടിത്തെറിക്കുക, എന്നാൽ ഷൂട്ട് ചെയ്യാം. നിന്നെ ഞാൻ വെടിവെക്കുന്നതിന് മുമ്പേ നിനക്ക് നല്ലത് മോനെ ആ വാച്ച് തിരിച്ച് എൻ്റെ പോക്കറ്റ് തന്നെ വെക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവാൻ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ വെസ്റ്റ് പോക്കറ്റ്. അവൻ്റെ ബനിയൻ്റെ പോക്കറ്റിൽ അവൻ കൈയിട്ടു. ആൻഡ് ലേറ്റർ, പിന്നീട്, വിത്ത് ട്രംബ്ലിംഗ് ഹാൻഡ്, വിറയ്ക്കുന്ന കൈയോടെ, ശ്രമിച്ചു ടു പുട്ട് ദാറ്റ് വാച്ച്, ആ വാച്ച് വെക്കാൻ, ഇൻ ടു ഡോക്ടേഴ്സ് പോക്കറ്റ്, വീണ്ടും ഡോക്ടറെ പോക്കറ്റിൽ വെക്കാൻ അവൻ മെനക്കെട്ടു. വിത്ത് ഹിസ് ഫ്രീ ഹാൻഡ്, അവൻ്റെ സ്വതന്ത്രമായ കൈകൊണ്ട് ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്തു? പുഷ്, തള്ളി ദാറ്റ് വാച്ച്, ആ വാച്ച് ഡൗൺ ഇറ്റ് ഹിസ് പോക്കറ്റ്. ഡോക്ടർ ഇവാൻ എന്ത് ചെയ്തു? ആ വാച്ച് തൻ്റെ പോക്കറ്റിലേക്ക് ഒന്നുകൂടി തിരികെ കയറ്റി. എന്നിട്ട് ആ ഇംഗ്ലീഷുകാരൻ എന്ത് ചെയ്തു? ഏതുപോലെയാണോ സൗഹൃദത്തോടെ ഇവനെ കാറിൽ വിളിച്ചു വരുത്തിയത്, അതേപോലെ ഇവനെന്ത് ചെയ്തു? ഹി ഓപ്പൺ ദ ഡോർ. കാറിന്റെ വാതിൽ തുറന്നു. ഫോഴ്സ് ദ മാൻ, ആ മനുഷ്യനെ പ്രേരിപ്പിച്ചു. ഔട്ട് ദ കാർ, കാറിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ഓടാവുന്ന പുറത്ത്. എത്ര സൗഹൃദമായിട്ടാണ് കയറ്റിയത്. അതേ സൗഹൃദത്തോടെ ഇവനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. ഔട്ട് ഓഫ് ദ കാർ. എന്നിട്ട് ഡോക്ടർ കോട്ട് കൂടി ചേർത്തു. ഐ ആം ഔട്ട് ഹിയർ ടു നൈറ്റ്. ഞാൻ ഇന്ന് രാത്രി ഒറ്റയ്ക്ക് തനിച്ചു വന്ന, പ്രോബ്ലി ടു സേവ് എ വുമൻസ് ലൈഫ്. ഒരു പക്ഷേ ഒരു പെണ്ണിന്റെ ജീവൻ രക്ഷപ്പെടുത്താനോ പ്രസവ കേസിൽ വല്ല പ്രശ്നം ഉണ്ടായെങ്കിൽ എന്ന് വിചാരിച്ച് വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് ഞാൻ ഒറ്റയ്ക്ക് യാത്ര പുറപ്പെട്ടു പോരുകയായിരുന്നു. എന്നാൽ ഒരാൾക്കൊരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ചാണ് നിന്നെ ഞാൻ കാറിൽ കയറ്റിയത്. ബട്ട് എന്നാൽ ഐ ടുക്ക് ടൈം, ഞാൻ സമയം കണ്ടെത്തി. ഐ ട്രൈ ടു ഹെൽപ്പ് യു, നിന്നെ സഹായിക്കാൻ. ഇതാണ് ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാരെ സഹായിക്കാൻ പോകുന്ന വേലിയിലെ പാമ്പിനെ വലിച്ചിടുന്ന പോലെയാണ് അല്ലേ. ഹി സെഡ്, അവൻ പറഞ്ഞു, ടു ദ മാൻ ആംഗർലി, ആ മനുഷ്യനോട് ദേഷ്യത്തോടെ പറഞ്ഞു.
നെക്സ്റ്റ്, ഡോക്ടർ ബെൻസൺ സ്റ്റാർട്ടഡ് ദ കാർ ക്വിക്ക്ലി. ഇത് പറഞ്ഞ് ഡോക്ടർ ബെൻസൺ പെട്ടെന്ന് കാർ സ്റ്റാർട്ടാക്കി അവൻ അവിടെ ഇട്ടേച്ചു. ആ കഥയുടെ ഭാഗം അവിടെ നിൽക്കുന്നു. ആൻഡ് ദ വിൻഡ് ക്ലോസ് ദ ഡോർ. ഡോക്ടർ അടക്കേണ്ടി വന്നില്ല കാറിന്റെ വാതില്, കാറ്റ് തന്നെ വാതിലടച്ചു. വിത്ത് ലൗഡ് നോയ്സ്, അതിയായ ഉച്ചത്തിൽ. എന്നിട്ടോ ഹി പുട്ട് ദ പിസ്റ്റൽ ബാക്ക് ഇൻ ദ ലെതർ ഹോൾസ്റ്റർ. എടുത്ത പോലെ തന്നെ ആ തോക്ക് തൻ്റെ തോക്കിൻ്റെ ഉറയിൽ തന്നെ ഇട്ടു, അണ്ടർ ദ സീറ്റിനകത്ത്. ആൻഡ് ഹറിഡ് ഓൺ, വളരെ തകൃതിയിൽ കാർ ഓടിച്ചു പോയി എന്നാണ്. നെക്സ്റ്റ് പേര. ഇനി എവിടെയാണ് ഓട്സോർലിയുടെ വാസസ്ഥലം? ദ ഡ്രൈവ് അപ്പ് ദ മൗണ്ടൻ. ഒരു കുന്നിന് മുകളിലൂടെ കാർ ഓടിച്ചു പോവുകയാണ്. എവിടേക്ക്? ടു ദ സോർലീസ് ഫാം. ഈ കർഷക സ്ത്രീയായ സോളിയുടെ കൃഷിയിടത്തിലേക്ക്. വാസ് ലെസ് ഡിഫിക്കൽട്ട്. അത് തീരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ദാൻ ഹി ഹാഡ് ഫിയേർഡ്. അവൻ പേടിച്ചതിനേക്കാൾ. യാത്ര ആരംഭിച്ചപ്പോൾ ഈ പെണ്ണിൻ്റെ കൃഷിയിടം കുറേ ദൂരെയാണ്, അവിടെ എത്തിപ്പെടാൻ ഒത്തിരി പാടാണ്, ഒരു കുന്ന് കയറിയിട്ടൊക്കെ വേണം എന്നൊക്കെ പേടിച്ചിരുന്നു. പക്ഷെ ഇപ്പം പേടിയില്ലായിരുന്നു. കാരണം എന്താ? ഓട്സോർലി ഹാഡ് സെൻഡ് അയച്ചിരുന്നു വൺ ഓഫ് ഹിസ് ഓൾഡ് ബോയ്സ്. കുറേ മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, 10-12 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഡസൻ ചില്ലെന്നാ പറഞ്ഞു. അതിൽ ഏറ്റവും മൂത്ത കുട്ടിയെ പറഞ്ഞു വിട്ടിരുന്നു ഡൗൺ ദ റോഡിലേക്ക് വിത്ത് ലാൻഡേൺ. എന്ന റാന്തൽ. അക്കാലത്ത് ഇലക്ട്രിക് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ റാന്തലും തൂക്കിക്കൊണ്ട് ആ കുട്ടി വഴിവക്കത്ത് ഉണ്ടായിരുന്നു. ടു ഹെൽപ്പ് ഹിം, അവനെ സഹായിക്കാൻ. ഡോക്ടറെ ഇതുവഴിയാണ് വരേണ്ടത് എന്നൊക്കെ വഴികാട്ടിയായിട്ട് ഇവളുടെ മൂത്ത കുട്ടി റാന്തലും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അക്രോസ് ദ ഓൾഡ് വുഡൻ ബ്രിഡ്ജ്. അവിടെ ഒരു മരപ്പാലം ഉണ്ടായിരുന്നു, പഴയ ഓൾഡ് വുഡൻ ബ്രിഡ്ജ്, ഒരു മരപ്പാലത്തിലൂടെ. ദാറ്റ് ലെഡ് അപ്പ് ടു ദ ലിറ്റിൽ ഫാം ഹൗസ്. അങ്ങനെ ആ ബ്രിഡ്ജും കയറിയിട്ട് വേണം ആ കൊച്ചു ഫാം ഹൗസിൽ എത്തിപ്പെടാൻ. അങ്ങനെ ഡോക്ടർ വളരെ മെനക്കെട്ട് യഥാസമയം മിസ്സസ് ഓട്സോർലി എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട്ടിലെത്തി എന്നുള്ളതാണ്. നെക്സ്റ്റ് പേര. മിസ്സസ് ഓർലീസ് മെനി പ്രീവിയസ് എക്സ്പീരിയൻസ്. മിസ്സസ് ഓർലിയുടെ ഒരുപാട് മുൻകാല അനുഭവം, പ്രീവിയസ് എക്സ്പീരിയൻസിന് മുൻകാലത്തെ അനുഭവം വെച്ച് വിത്ത് ബ്രിങ്ങിങ് ചിൽഡ്രൻ, കുട്ടികളെ കൊണ്ടുവരുന്നതിൽ ഇൻ ദ വേൾഡ്, ഈ ലോകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക, ഈ ലോകത്തിലേക്ക് കുട്ടികളെ ഇറക്കിക്കൊണ്ടുവരുന്ന കർത്തവ്യത്തിൽ മുൻകാലം എന്ന പോലെ അപ്പാരൻ്റ്ലി ആൻഡ് ക്ലിയർലി ഹെൽപ്ഡ് ഹെർ, അവളെ സഹായിച്ചു. ഗ്രേറ്റ്ലി, ഒരുപാട് സഹായം. ബിക്കോസ്, കാരണം ദൈവം അവളെ വളരെ വ്യക്തമായി സഹായിച്ചിരുന്നു. ബിക്കോസ്, കാരണം ഷീ ഡെലിവേർഡ് ദി ചൈൽഡ്, അവൾ ഈ കുട്ടിയെയും പ്രസവിച്ചു. പ്രസവിച്ചു വിത്ത് ലിറ്റിൽ ഡിഫിക്കൽട്ടി, തീരെ ബുദ്ധിമുട്ടില്ലാതെ അവൾ ഈ കുട്ടിയെയും പ്രസവിച്ചു. സിസേറിയനും മറ്റൊന്നും വേണ്ടി വന്നില്ല. ദർ വാസ് നോ നീഡ്, അതുകൊണ്ട് തന്നെ ആവശ്യമില്ലായിരുന്നു ഓൺ ഡോക്ടേഴ്സ് ബെൻസന്റെ ഭാഗം, ഡോക്ടർ ബെൻസൺ പാർട്ട്, അല്ലേ, ഫോർ ദ ഇൻസ്ട്രുമെന്റ്. അവൻ കുറെ ഉപകരണമൊക്കെ കയ്യിൽ വെച്ചിട്ടല്ലേ പോകുന്നത്. ഇൻ ദ ലോങ് ബാഗ്, അവന്റെ നീണ്ട ബാഗിൽ കുറെ പ്രസവ സംബന്ധമായ ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എടുക്കേണ്ടി വന്നില്ല, കാരണം സ്വാഭാവിക പ്രസവം തന്നെ. അങ്ങനെ അവള് പെട്ടെന്ന് പ്രസവം കഴിഞ്ഞു. ഡോക്ടർ ബെൻസൺ ചെന്ന ഉടനെ തന്നെ. ആൻഡ് ലാസ്റ്റ് ലൈൻ പാര ഓഫ് ദിസ് സെക്ഷൻ എന്താ? ആഫ്റ്റർ ഇറ്റ് വാസ് ആൾ ഓവർ. ഇതെല്ലാം കഴിഞ്ഞ് അവർ എന്നിരുന്നാലും ഡോക്ടർ ബെൻസൺ ടുക്ക് ദ സിഗരറ്റ്. ഡോക്ടർ ബെൻസൺ, ഇംഗ്ലീഷുകാർ അങ്ങനെയാണല്ലോ, ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനത്തിനോ ശാന്തിക്കോ വേണ്ടി ഒരു സിഗരറ്റ് എടുത്ത് വലിക്കും. ബെൻസൺ ഒരു സിഗരറ്റ് കയ്യിലെടുത്തു. ആൻഡ് സാറ്റ് ഡൗൺ ടു സ്മോക്ക്. പുകവലിക്കാനായിക്കൊണ്ട് അവരുടെ വീട്ടിൽ അല്പനേരം ഇരുന്നു എന്ന് പറയുന്നതോടുകൂടി ഈ സ്റ്റോറിയുടെ 3-ാം സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ 3-ാം സെക്ഷൻ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ഭാഗം 4-ാം സെക്ഷനിൽ വരുന്നുണ്ട്. അതും പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൂടി നമുക്ക് അടുത്തൊരു വീഡിയോയോട് കൂടി ഈ പാഠം തീരുന്നതാണ്. അപ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരിക്കൽ കൂടി നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ PVM ഗ്ലോബലിൻ്റെ ക്ലാസ്സുകൾ മാക്സിമം മേക്ക് യൂസ് ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല, PVM ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അമർത്തുക. ഇത് വെറുതെ എല്ലാവരോടും പറയുന്ന പോലെ നമുക്കിതൊരു ക്ലാസ് ആണ്. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാർക്കും ഗ്രൂപ്പിലൊക്കെ PVM
ഗ്ലോബലിൻ്റെ NIOS സംബന്ധമായ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. പിന്നെ താല്പര്യമുള്ളവർക്ക് PVN ഗ്ലോബൽ മറ്റ് കാലിക പ്രസക്തിയുള്ള വീഡിയോകളൊക്കെ വൈജ്ഞാനിക വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതും നിങ്ങൾ ഒഴിവും സൗകര്യമനുസരിച്ച് കേൾക്കുക. പരമാവധി കോമൺ വീഡിയോസ് ആണെങ്കിൽ പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു.